إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഓരോ വിശ്വാസിക്കും അവന്റെ വിശ്വാസം പരിശുദ്ധമായതുപോലെ ഓരോ വിശ്വാസിയും അവന്റെ വിശ്വാസത്തെ പരിശുദ്ധ രൂപത്തിൽ കൊണ്ടു നടക്കുന്നത് പോലെ പ്രധാനമാണ് ഓരോ മനുഷ്യനും അവന്റെ ഇടപാടുകളും അവന്റെ സമ്പാദ്യങ്ങളുമൊക്കെ ക്ലിയറാക്കി നല്ല രൂപത്തിൽ കൊണ്ടുപോവുക എന്നുള്ളത്. വിശ്വാസം എത്ര കണ്ട് മനുഷ്യനിക്ക് പരിശുദ്ധമാണോ അത്ര തന്നെ പരിശുദ്ധമാണ് അവന്റെ ഇടപാടുകളും അവന്റെ സമ്പാദ്യങ്ങളുമെല്ലാം. വിശ്വാസത്തിൽ മാലിന്യങ്ങൾ കലരുന്നത് നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് തെറ്റായ വിശ്വാസമാണ്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന് മാലിന്യം വരുന്നത് പലപ്പോഴും നാം ഒക്കെ ഒഴിഞ്ഞു നിൽക്കാറുള്ളതുപോലെ ഇതുപോലെ പ്രധാനമാണ് ഇടപാടുകളിലും സമ്പാദ്യങ്ങളിലും മാലിന്യങ്ങൾ കലരുന്നതിൽ നിന്ന് കൃത്യമായി നമ്മൾ വിട്ടുനിൽക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഹലാലായ ഇടപാടുകൾ മാത്രമേ മനുഷ്യൻ നടത്താൻ പാടുള്ളൂ. ഹലാലായ സമ്പാദ്യങ്ങൾ മാത്രമേ മനുഷ്യൻ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഹലാലായ ഭക്ഷണങ്ങളിൽ നിന്ന് മാത്രമേ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ കൃത്യമായി പരിശുദ്ധ ഖുർആനും ഇസ്ലാമും ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല ലോകത്തുള്ള മനുഷ്യരെ മൊത്തം വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, കുലൂ മിമാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ,
നിങ്ങൾ ഭൂമിയിലുള്ള ഹലാലിൽ നിന്നും നല്ലതിൽ നിന്നുമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹു തആല മൊത്തം മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ നിങ്ങൾക്ക് തിന്നാനുള്ളതല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ളതല്ല. മറിച്ച് നിങ്ങൾ സമ്പാദിക്കേണ്ടതും നിങ്ങൾ ഭക്ഷണമായി സ്വീകരിക്കേണ്ടതും ഹലാലൻ ത്വയ്യിബ, അത് ഹലാലാവണം, ത്വയ്യിബ് നല്ലതുമാവണം. ഹലാലായ രൂപത്തിൽ നേടിയത് മാത്രമേ മനുഷ്യൻ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഹലാലായ രൂപത്തിൽ നേടിയെടുത്തത് മാത്രമേ മനുഷ്യൻ സമ്പാദ്യമായി സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങളാരും പിശാചിന്റെ മാർഗത്തെ പിൻപറ്റിപ്പോവരുത്. പിശാച് നിങ്ങളോട് പലതും അത് നല്ലതാണ് നീ എടുത്തോ, അത് നല്ലതാണ് നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ മാർഗത്തോട് ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അവനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണമെന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് മൊത്തത്തിലായി ഉപദേശിക്കുന്നത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഹലാലായ കാര്യങ്ങൾ, ഹലാലായ വസ്തുക്കൾ മാത്രമേ മനുഷ്യൻ ഭക്ഷിക്കാൻ പാടുള്ളൂ, ഹലാലായ സമ്പാദ്യങ്ങൾ മാത്രമേ മനുഷ്യൻ നേടാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തന്നെയുമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു തആല ത്വയ്യിബ് നല്ലവനാണ്. അതുകൊണ്ട് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, നല്ലതല്ലാതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. പ്രവൃത്തിയിൽ നിന്ന് നല്ലതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, വാക്കുകളിൽ നിന്ന് നല്ലതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ എന്തൊക്കെ ശേഖരിക്കുന്നു ആ ശേഖരിക്കുന്നതിൽ നിന്ന് മുഴുവൻ നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാരോടൊക്കെ അല്ലാഹു തആല ചില പ്രത്യേകമായ കാര്യങ്ങൾ കൽപ്പിച്ചിരുന്നു. ആ കൽപ്പിച്ച കാര്യങ്ങൾ മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രവാചകന്മാരോട് പ്രത്യേകമായി അല്ലാഹു തആല കൽപ്പിച്ചത്? അത് മഹാനായ പ്രവാചകൻ നമുക്ക് വിവരിച്ചു തരുന്നു. അല്ലാഹു പറയുന്നത് പോലെ, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് യാ അയ്യുഹർ റുസുൽ, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത് ത്വയ്യിബാത്തിൽ നിന്നാണ്, അഥവാ നല്ലതിൽ നിന്നും ഹലാലിൽ നിന്നുമാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത്. എന്നിട്ട് വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽപ്രവർത്തനം ചെയ്യുക. നല്ല ഭക്ഷണം കഴിക്കുക, എന്നിട്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ചീത്തകളൊക്കെ വാരിക്കൂട്ടി അതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് സൽക്കർമ്മങ്ങളിൽ ഞാൻ മുന്നിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും സ്വീകാര്യയോഗ്യമായ സൽക്കർമ്മമാകുകയില്ല. അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെ അല്ലാഹു തആല ഉപദേശിച്ചു, യാ അയ്യുഹർ റുസുലു, പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് വഅമലൂ സ്വാലിഹ, സൽപ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നി ബിമാ തഅമലൂന അലീം, ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാണ്. അതുകൊണ്ട് ആ ഒരു ഉപദേശം വിശ്വാസികളോടും അല്ലാഹു തആല നടത്തുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ നൽകിയ നല്ലതിൽ നിന്നാവണം നിങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നാം ആലോചിച്ചു നോക്കൂ, 4 കാര്യത്തെക്കുറിച്ച് പരലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യപ്പെടാതെ ഒരിക്കലും മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ, ഒരു മനുഷ്യന്റെയും കാല് മുന്നോട്ട് ചലിപ്പിക്കാൻ സാധ്യമല്ല. 4 കാര്യങ്ങൾക്ക് അവൻ വ്യക്തമായ മറുപടി പറയേണ്ടി വരും. ഒന്നാമതായി അതിൽ പ്രവാചകൻ പറയുന്നത് അവന്റെ ഇൽമിനെ കുറിച്ചാണ്. ഒരാൾ എന്തെങ്കിലും അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ ആ അറിവിൽ അവൻ എന്താണ് ചെയ്തത്, ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഒരു ക്ലാസ് കേട്ടിട്ട് ആ ക്ലാസ് കൊണ്ട് ആ അറിവ് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി, ആ അറിവ് കേട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അത് അവനോട് ചോദ്യം ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചു, ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ അറിവുകൾ നേടി, എങ്കിൽ ആ അറിവ് കൊണ്ട് എന്താണ് നീ ചെയ്തത് എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ആരും മുന്നോട്ട് സ്വർഗത്തിലേക്ക് എത്താമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി ഒന്നാമത്തെ കാര്യമായി നമ്മോട് പഠിപ്പിച്ചത്. രണ്ടാമത് അവിടെ നിന്ന് പറഞ്ഞത് അവന്റെ യുവത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തആല മനുഷ്യരാകുന്ന നമുക്കൊക്കെ യുവത്വം നൽകിയിട്ടുണ്ട്. ആ
ആ യുവതത്തിൽ നിന്ന് ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താണ് ചെയ്തത് എന്ന ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യത്തിന് മറുപടി പറയാതെ മുന്നോട്ട് പോവാൻ സാധ്യമല്ല. മഹാനായ റസൂലുള്ളാഹി മൂന്നാമത് പഠിപ്പിച്ചത് വഅന്നൂരിഹി ഫീമാ അഫ്നാ, അവന്റെ വയസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു തആല 60, 70, 80 വയസ്സൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നൽകിയിട്ട് എന്താണ് ആ ജീവിതത്തിൽ ചെയ്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യത്തിന് മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ ആർക്കും സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച 4ാമത്തെ കാര്യമായി അവിടെ നിന്ന് പറയുന്നത് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ എന്നാണ്. അവന്റെ സമ്പാദ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മിൻ ഐന ഇക്തസബ, ആ സമ്പത്ത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന ചോദ്യമുണ്ടാവും. വഫീമാ അൻഫഖ, സമ്പത്ത് എന്തിലൊക്കെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചും ചോദ്യമുണ്ടാവും. ദുനിയാവിൽ വലിയ മുതലാളിയായി ജീവിച്ചു, പലതും വാരിക്കൂട്ടിയിട്ടുണ്ട്. ആ വാരിക്കൂട്ടിയതൊക്കെ ഏത് ഭാഗത്തിലൂടെയാണ് ഇനി സമ്പാദിച്ചത് എന്നതിനെക്കുറിച്ചൊരു ചോദ്യം അവിടെ വരാനുണ്ട്. മാത്രമല്ല, ആ സമ്പാദിച്ചതിൽ വഫീമാ അൻഫഖ, ഏത് മാർഗത്തിലേക്കൊക്കെ അതിനെ നീ ചെലവാക്കിയിട്ടുണ്ട്, ഏതെല്ലാം വിഷയത്തിലാണ് നീ നിന്റെ പണങ്ങൾ ചെലവഴിച്ചത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് മറുപടി പറയാതെ മുന്നോട്ട് പോവാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യൻ അവൻ ഹക്കും ബാത്തിലുമില്ലാതെ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹക്കും ബാത്തിലും നോക്കാതെ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നത്തെ കാലത്ത് പല മനുഷ്യരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോടാണ് അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് നമുക്ക് പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തു തക്കാത്തുർ. ആ തക്കാത്തുർ സൂറത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് നോക്കൂ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മക്കാബിർ. അൽഹാക്കും, നിങ്ങളിങ്ങനെ വർക്കാക്കി, നിങ്ങളിങ്ങനെ ജോലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തക്കാത്തുർ അഥവാ തകാതുർ ഫിൽ അംവാൽ, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ. അൽഹാകുമുത് തകാസുർ, ദുനിയാവ് ഇങ്ങനെ വാരിക്കൂട്ടണമെന്ന ചിന്താഗതിയിൽ എന്തൊക്കെ കിട്ടുന്നോ ഹക്കും ബാത്തിലും ഒന്നും നോക്കാതെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ, വർക്കിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇത് നിങ്ങൾ ഏതുവരെ തുടരും? അല്ലാഹു പറയുന്നു ഹത്താ സുർതുമുൽ മക്കാബിർ, നിങ്ങളെ കബറിൽ കൊണ്ടുപോയി വെക്കുന്നതുവരേക്കും ഈ പണി നിങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കബറിൽ അങ്ങോട്ട് വെച്ചാൽ പിന്നെ ഇതൊക്കെ അവസാനിച്ചു. പിന്നെ അവനിക്ക് സമ്പാദ്യം വേണ്ട, അവനിക്ക് തൊഴിൽ വേണ്ട, അവനിക്കൊരു ഇടപാടുകളും വേണ്ട. കബറിലേക്ക് വെക്കുന്നത് വരെ ഇത് ഇവൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അല്ലാഹു തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ശേഖരിച്ചത്, നിങ്ങൾ എന്തൊക്കെ നേടിയെടുത്തു, ദുനിയാവിൽ ആ നേടിയെടുത്തത് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചു, ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്ന് അല്ലാഹു തആല തുടർന്ന് പറയുന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമ്പാദ്യങ്ങളും ഇടപാടുകളും ഒക്കെ ക്ലിയർ ആവാൻ നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആ ക്ലിയർ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി അന്ന് മുന്നറിയിപ്പ് നൽകിയതും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ പറയുന്നുണ്ട്, യഅ്തി അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ ബിമാ അഖദ അം മിനൽ ഹലാൽ അം മിനൽ ഹറാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യനൊരു പ്രശ്നമേ അല്ല. പ്രവാചകന്റെ വാക്ക് നോക്കൂ, ലാ യുബാലിൽ മർ, മനുഷ്യനൊരു വില കൽപ്പിക്കുകയില്ല, അവനൊരു പ്രശ്നമായി കാണുകയില്ല. എന്ത്? ബിമാ അഖദ, അവൻ ശേഖരിക്കുന്നത് അവനൊരു പ്രശ്നമല്ല. അമ്മിനൽ ഹലാൽ അമ്മിനൽ ഹറാം, ഹലാലിൽ നിന്നോ ഹറാമിൽ നിന്നോ ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ മനുഷ്യൻ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യനിക്ക് വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച ആ കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. സമ്പാദ്യങ്ങൾ മുഴുവൻ ഹലാലായ സമ്പാദ്യമാവണം. സമ്പാദ്യങ്ങൾ മുഴുവൻ, ഭക്ഷണം മുഴുവൻ നമുക്ക് ഹലാലായ രൂപത്തിലുള്ള ഭക്ഷണങ്ങളെ നമ്മളൊക്കെ ഭക്ഷിക്കാൻ പാടുള്ളൂ. നമ്മുടെ കുടുംബത്തിനിക്ക് ആ രൂപത്തിലാണ് ഭക്ഷണങ്ങൾ നാം നൽകിക്കൊണ്ടിരിക്കേണ്ടതും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹലാലായ ഭക്ഷണമല്ലാതെ ഭക്ഷണം സ്വീകരിച്ചത് പലപ്പോഴും വലിയ വേദനയായിക്കൊണ്ട് തന്നെ പൂർവികരായ മഹാന്മാരായ ആളുകളൊക്കെ കണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു വേലക്കാരനുണ്ടായിരുന്നു, ഒരടിമയുണ്ടായിരുന്നു. ആ അടിമ ഒരിക്കലും ഒരു പലഹാരം കൊണ്ടുവന്നിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനിക്ക് കൊടുക്കുന്നു. അദ്ദേഹം അത് സാധാരണഗതിയിൽ കിട്ടുന്ന ഭക്ഷണം പോലെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം അടിമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കഴിച്ച ഭക്ഷണം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു.
അറിയില്ല എന്ന് പറയുമ്പോൾ ഈ അടിമ വിവരിച്ചു കൊടുക്കുന്നു. മറ്റൊന്നുമല്ല, കുന്തു തകഹന്തു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയ്യ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനിക്ക് ഗണിതം നോക്കി കണക്ക് നോക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പണിയുണ്ടായിരുന്നു, ആളുകളെ പറ്റിക്കുന്ന ഒരു സ്വഭാവം. ചില ആളുകളുണ്ടല്ലോ അങ്ങനെ അവിടെയും ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയത് കട്ടത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ അതൊക്കെ വീണ്ടെടുത്തു കൊടുക്കുന്ന കണക്ക് നോക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളെ പോലത്തെ ഒരു പരിപാടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കുന്തു തകഹന്തു ഫിൽ ജാഹിലിയ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഗണിതത്തിന്റെ ആളായിരുന്നു. ഇങ്ങനെ കണക്ക് നോക്കിയിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് ആ ഗണിതങ്ങളൊന്നും നന്നായി അറിയുന്ന ആളൊന്നുമല്ല ഞാൻ. എന്നാലും ഞാൻ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. കാരണം ഇല്ല അന്യ ഖദഅതുഹു, ഞാൻ ആ ആളുകളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ ഗണിതം നടത്തിക്കൊടുത്തതിന്റെ പ്രതിഫലം എന്ന നിലയിൽ ആ പ്രതിഫലം അയാൾ എനിക്ക് നൽകിയിട്ടില്ലായിരുന്നു. അതാണ് ഇപ്പോൾ അടുത്ത് ഞാൻ എന്നെ കണ്ടപ്പോൾ അയാൾ എനിക്ക് തന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ ആ ഭക്ഷണം എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു അത് കേൾക്കേണ്ട താമസം. ഫഅദ്ഖല അബൂബക്കർ യദഹു ഫഖാഅ കുല്ല ഷൈഇൻ ഫീ ബത്നി. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിരൽ വായിലേക്ക് ഇട്ടിട്ട് അദ്ദേഹം ആ ഭക്ഷിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? ഹറാമായ ഭക്ഷണം, ഒരറിയാതെ ഹറാമായ ഭക്ഷണം അകത്തേക്ക് പോയാൽ അതുപോലും സമാധാനത്തോടുകൂടി അവരാരും കണ്ടിരുന്നില്ല എന്നാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹറാമാണെന്ന് അറിയാതെ ഉള്ളിലേക്ക് കടന്ന ഭക്ഷണങ്ങൾ അറിയുന്ന സമയത്ത് അതെങ്ങനെയാണ് പുറത്താക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു അവരൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചില ആളുകൾക്ക് ഇതിലൊന്നും തീരെ ശ്രദ്ധയില്ലാത്ത ഒരു രൂപത്തിലാണ് നമ്മുടെ സമൂഹം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗം വരുമെന്ന് പേടിച്ചുകൊണ്ട് പല ആളുകളും ഹലാലായ ഭക്ഷണം പോലും മാറ്റിവെക്കാൻ തയ്യാറാണ്. അത് ഷുഗറാണ്, അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രഷറുണ്ട് അതുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുണ്ട് അതുകൊണ്ട് ഇന്നത് കഴിക്കാൻ പാടില്ല. ഹലാലായ ഭക്ഷണം തന്നെയാണ്, പക്ഷെ കഴിക്കാൻ തയ്യാറാവാതെ മനുഷ്യനത് മാറ്റിവെക്കാൻ തയ്യാറാകുന്നു. എന്നാൽ നരകത്തെ പേടിച്ചുകൊണ്ട് ഹറാമായ ഭക്ഷണം മാറ്റിവെക്കാൻ പല ആളുകളും ഇന്ന് സമൂഹത്തിൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ സമൂഹത്തിൽ വലിയൊരു ദുരന്തമായി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. എത്രത്തോളം അള്ളാഹുവിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഇങ്ങനെയുള്ള ഹറാമായ സമ്പാദ്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹറാമായ സമ്പാദ്യം മനുഷ്യനിലേക്ക് വരുന്ന വഴികൾ പലതാണ്. പല രൂപത്തിൽ നമുക്ക് ഹറാമിന്റെ മേഖലകൾ കാണാൻ സാധിക്കും. പലിശകളിലൂടെ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. ഇന്നൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് പലിശയുടെ കാര്യങ്ങളൊക്കെ. പല പേരിലാണ് പലിശ എന്നറിയപ്പെടാത്ത രൂപത്തിൽ പല പേരുകളിൽ ഓൺലൈനിലും മറ്റുമൊക്കെ സമൂഹത്തിൽ അത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിലൂടെ നേടുന്നത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ഒരു ചിന്തയുമില്ലാത്ത രൂപത്തിലാണ് ആളുകൾ യഥേഷ്ടമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി പലിശയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ലഅനല്ലാഹു ആക്കില റിബാ വ മൂക്കിലഹു, പലിശ തിന്നുന്നവനെയും അത് തീറ്റിക്കുന്നവനെയും ഒക്കെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ്. ലഅനത്ത് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ലഅനത്ത്, അള്ളാഹുവിന്റെ ശാപമാണ് അവനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അത് എത്ര ചെറിയ പലിശയായാലും വലിയ പലിശയായാലും പലിശ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടാൽ മുഴുവൻ തെറ്റായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ വ്യക്തമായി തന്നെ സമൂഹത്തിനോട് ഹറാമിന്റെ ആ പേരെടുത്തുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കച്ചവടം അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ വഹറമ റിബ, പലിശ അള്ളാഹു തആല ഹറാമ് തന്നെയാക്കി. വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ ഒരു നസ്സാണത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. പലിശയിലൂടെയാണ് പല ആളുകളും ഹറാമായ ഭക്ഷണം സ്വയം ഭക്ഷിക്കുന്നു, കുടുംബത്തിന് ആ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അതുപോലെ കൈക്കൂലി വാങ്ങുന്നതിലൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ ജോലി ഏറ്റെടുത്ത ആളായിരിക്കാം. എന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും ഒരു കടലാസ് റെഡിയായി കിട്ടാൻ വേണ്ടി അവന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനിക്കും കിട്ടണം കൈക്കൂലിയായിട്ട് എന്തെങ്കിലും, എങ്കിലേ അവൻ അതിൽ ഒപ്പ് ചെയ്തു കൊടുക്കുകയുള്ളൂ. അവന്റെ ജോലിക്ക് അവൻ ശമ്പളം വാങ്ങുന്നുണ്ട്, സർക്കാരിൽ നിന്നും മറ്റുമൊക്കെയായി അവൻ ശമ്പളം വാങ്ങുന്നു. എന്നിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? ആ ശമ്പളമൊന്നും അവനിക്ക് പോരാ. ഈ പാവപ്പെട്ടവന്റെ വിയർപ്പ് വീഞ്ഞിട്ടുള്ള
അതെന്തെങ്കിലും അവനിക്ക് കിട്ടണം, അതാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് അതിന് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ട് ആ കൈക്കൂലി കിട്ടാതിരുന്നാൽ ആ ജോലി ഉത്തരവാദിത്വം നിർവഹിച്ച് കൊടുക്കാതെ ആ പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഹറാമിന്റെ മേഖലകളായി സമൂഹത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി അവിടെയും പഠിപ്പിച്ച ഹദീത്തിൽ നമുക്ക് കാണാം, ലഅനല്ലാഹു റാശിയ വൽ മുർത്തശിയ. പ്രവാചകന്റെ ഹദീത്തിൽ വന്നിട്ടുണ്ട് ലഅനല്ലാഹു. അവിടെയും ലഅനത്താണ് മഹാനായ പ്രവാചകൻ അവനെ കുറിച്ച് പറഞ്ഞത്. ലഅനല്ലാഹു റാശിയ വൽ മുർത്തശിയ. കൈക്കൂലി സ്വീകരിക്കുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും ഒക്കെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് എന്ന് ശാപത്തിന്റെ വാക്കാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയും നമുക്ക് വിവരിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അനാവശ്യമായി ഒരാളുടെ ഹക്കും പിടിച്ചെടുക്കാൻ നമുക്കാർക്കും അനുവാദമില്ല. ആ രൂപത്തിലല്ല അള്ളാഹു നമ്മോട് ഇവിടെ ജീവിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. മഹാനായ പ്രവാചകൻ പറയുന്നു, നോക്കൂ, മനിഖ്തതാ ഹക്കം റിം മുസ്ലിമിൻ ബിയമീനി ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ വഹറമ അലൈഹിൽ ജന്ന. ഒരു മുസ്ലിമായ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഹക്ക്, എന്തെങ്കിലും ഒരു അവകാശമാണ് ഒരു മനുഷ്യൻ പിടിച്ചു വെച്ചത് എങ്കിൽ ആ പിടിച്ചു വെച്ചതിന്റെ അല്ലെങ്കിൽ അത് എടുത്തതിന്റെ പേരിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു തആല അവന്റെ പേരിൽ സ്വർഗം നിഷിദ്ധമാക്കുക തന്നെ ചെയ്യും. വഔജബല്ലാഹു ലഹുന്നാർ, അവനിക്ക് നരകം അല്ലാഹു പദമാക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് പറയുമ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, വൈൻകാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, നബിയെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതൊക്കെ ഇത്ര വലിയ പ്രശ്നമായി കാണേണ്ടതുണ്ടോ? ചെറിയ എന്തോ ആണ് എടുത്തത്, എങ്കിലും എങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകന്റെ മറുപടി നോക്കൂ, വൈൻകാന ഖലീബൻ മിൻ അറാഖ്, അത് അറാഖിന്റെ ഒരു കൊള്ളിയാണെങ്കിലും, അറാഖ് ബ്രഷ് ചെയ്യുന്ന ചെറിയ കൊള്ളിയുണ്ടല്ലോ, ആ കൊള്ളി പോലത്തെ സാധനമാണ് മറ്റുള്ളവരുടേത് അവരുടെ അനുവാദം സമ്മതമില്ലാതെ ഒരാൾ കൈവശപ്പെടുത്തിയതെങ്കിൽ അത് കാരണമാണെങ്കിലും ഇതാണ് അവന്റെ അവസ്ഥ പരലോകത്തുണ്ടാവുക എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഗൗരവമാണ് വിഷയമെന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക. എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും ഒന്നാം സഫിൽ ഒന്നിരുന്നത് കൊണ്ടുമൊന്നും കാര്യമുണ്ടാവുകയില്ല. ഹക്കായ ഇടപാടുകളല്ല, ഹക്കായ സമ്പാദ്യമല്ല ഒരാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ നാം കൃത്യമായ ശ്രദ്ധ പുലർത്തുക. ആ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖൈബർ യുദ്ധം കഴിഞ്ഞു. മുസ്ലിങ്ങളിൽ പല ആളുകളും ഖൈബറിൽ ഷഹീദായി. ആ ഖൈബർ യുദ്ധം കഴിഞ്ഞു വരികയാണ്. ആ വന്ന കൂട്ടത്തിൽ അവിടെ പ്രവാചകന്റെ അടുത്തിരുന്ന് ചില ആളുകളൊക്കെ ഇന്നാളൊക്കെ ഷഹീദായി, ഇന്ന ആള് ഷഹീദായി എന്ന രൂപത്തിൽ പ്രവാചകനോട് ആ കാര്യത്തെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തുന്നു. ആ സമയത്ത് ചില ആളുകൾ പറയുന്നു, ഫുലാനുൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്, ഇന്നാള് നമ്മുടെ കൂട്ടത്തിൽ വന്നിരുന്ന ഇന്നാള് ഷഹീദായി, ഇന്നാള് ഷഹീദായി എന്ന രൂപത്തിൽ അവരിങ്ങനെ പറയുന്ന സമയത്ത് ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഫുലാനുൻ ഷഹീദ്, അയാളും ഷഹീദായി എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, കല്ല, അങ്ങനെ പറയണ്ട. അയാളെക്കുറിച്ച് അയാൾ ഷഹീദായി എന്ന് നിങ്ങൾ പറയണ്ട. കാരണം ഇന്നി റായ്തുഹു ഫിന്നാരി ഫി ബുർദത്തിൻ വല്ലഹ, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നരകത്തിലാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായ ഒരു മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറയണം. ഇന്നി റായ്തുഹ ഫി ബുർദത്തിൻ വല്ലഹ, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു പുതപ്പിലായിട്ട്, ഒരു വിരിപ്പിലായിട്ട്, ഒരു പുതപ്പ്, ആ പുതപ്പിലായിട്ട് ഞാൻ അയാളെ നരകത്തിൽ കാണുന്നുണ്ട്. എന്താ പുതപ്പിന്റെ പ്രത്യേകത? വല്ലഹ, അയാൾ വനീമത്ത് സ്വത്തിൽ നിന്ന് യുദ്ധം കഴിയുന്നതിന്റെ മുമ്പായിട്ട് അയാൾ വനീമത്ത് സ്വത്തിൽ നിന്ന് എനിക്കെടുക്കാം എന്ന രൂപത്തിൽ അയാൾ മാറ്റിവെച്ചിരുന്നു. ആ മാറ്റിവെച്ചത് കാരണമായിട്ടാണ്, അത് അയാൾക്ക് അവകാശപ്പെട്ടതല്ല. കാരണം യുദ്ധത്തിൽ പങ്കെടുത്ത വനീമത്ത് മുതൽ അത് വനീമത്തിൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയിരുന്ന പ്രവാചകൻ അത് വീതിക്കുന്നത് വരേക്കും
ഒരാൾക്കും അത് അവകാശപ്പെട്ടതല്ല. പക്ഷേ അദ്ദേഹം അത് എനിക്ക് എടുക്കണം എന്ന രൂപത്തിൽ അദ്ദേഹം അത് മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ അയാളെക്കുറിച്ച് പറഞ്ഞത് ഇന്നി റായിതുഹു ഫിന്നാരി ഫി ബുർദത്തിൻ വല്ലഹ, അദ്ദേഹം വഞ്ചിച്ചെടുത്ത ആ പുതപ്പിലായിട്ട് ഞാൻ അയാളെ നരകത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഫുലാനുൻ ഷഹീദ് എന്ന് നിങ്ങൾ പറയണ്ട എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞത് എങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഗൗരവമാണ്. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പൊതുമുതലിൽ നിന്നൊക്കെ പല ആളുകളും മറ്റുള്ളവരുടെ ഹക്കല്ലാതെ പൊതുമുതലിൽ നിന്ന് ശേഖരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം തെറ്റിന്റെ വഴികളാണ്, ഒരു രൂപവും അനുവദനീയമായ വഴികളല്ല. പൊതുമുതലിൽ നിന്നിട്ട് നമുക്ക് അവകാശപ്പെട്ടത് മാത്രമേ നമുക്കെടുക്കാൻ പാടുള്ളൂ. അത് പൊതുമുതലാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമാണ് എന്ന ഉദ്ദേശത്തിൽ എനിക്കെടുക്കാൻ അതിലൊരിക്കലും അവകാശമില്ല. അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്. എന്ത് ജോലിയിലാണോ അവർ ഏർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ ജോലി കൃത്യമായി നിർവഹിക്കാതെ അതിൽ ശമ്പളം വാങ്ങുന്നത് മുഴുവൻ ഹറാമാണ്. നമ്മളെ കൃത്യമായി മനസ്സിലാക്കണം. ചില ആളുകൾ ഒപ്പിട്ട് പോരും. സ്കൂളിലായാലും അല്ലെങ്കിൽ അതുപോലുള്ള ഹോസ്പിറ്റലിലായാലും അതുപോലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നു, അപൂർവം ചില ആളുകളെങ്കിലും അങ്ങനെ ഉണ്ടാകും. കൃത്യസമയത്ത് ഒപ്പിട്ടുകാട്ട് മുങ്ങുന്ന ആളുകൾ. എന്നിട്ട് അതിന്റെ വേതനം അവൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അതൊന്നും അനുവദനീയമായ മുതലല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അനുവദനീയമായത് നമുക്ക് അനുവദനീയമാവണമെങ്കിൽ നമ്മെ എന്ത് ജോലിയിലാണോ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ജോലി കൃത്യമായി നമ്മൾ നിർവഹിച്ചെങ്കിൽ അതിന്റെ ശമ്പളം മാത്രം വാങ്ങാനേ നമുക്ക് അർഹതയുള്ളൂ. അല്ലാതെ ആ കാര്യം നിർവഹിക്കാതെ നാം അതിലൊന്നും ഇടപെടാതെ നാം എന്തെങ്കിലുമൊക്കെ രേഖയിൽ ഒപ്പിട്ടിട്ട് നാം നമ്മുടെ പൈസ വാങ്ങി വരുമ്പോൾ അതൊന്നും ഹലാലിന്റെ മുതലാവുകയില്ല എന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക. ഇങ്ങനെ ഹലാലും ഹറാമും കൃത്യമായി മനസ്സിലാക്കി ആ രൂപത്തിൽ ജീവിക്കാനാണ് സത്യവിശ്വാസികളായ നമ്മളൊക്കെ മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നാളെ പരലോകത്ത് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഉപകാരപ്രദമായ അമലുകളാവുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക. ആ രൂപത്തിൽ സൽക്രമങ്ങൾ ചെയ്ത് മുന്നേറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞാക്കി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. وجعل الحياة زيادة لنا في كل خير، وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا، ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.